ഹലോ എവ്രി വൺ, വെൽക്കം ടു 21BC. നമ്മൾ ഇന്ന് മുതൽ SCERT സിലബസ് ബേസ് ചെയ്തുള്ള ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്നത് ക്ലാസ് 10th മാത്തമാറ്റിക്സ് ക്ലാസ്സുകളാണ്. അപ്പോൾ എല്ലാ സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിനും ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എല്ലാവരും കൃത്യമായി വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ എന്നതാണ്. അതിലെ ആദ്യത്തെ പോർഷനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്പർ സീക്വൻസസ് അല്ലെങ്കിൽ സംഖ്യാശ്രേണികൾ എന്നതാണ് ആദ്യത്തെ പോർഷൻ. അപ്പോൾ എന്താണൊരു നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ ഒരു സംഖ്യാശ്രേണി എന്ന് പറയുന്നത്? നമ്പേഴ്സിനെ ഒരു പെർട്ടിക്കുലർ പാറ്റേണിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക റൂളോ മറ്റോ ഫോളോ ചെയ്ത് ഒരു ക്രമത്തിൽ എഴുതുന്നതിനെയാണ് നമ്മൾ നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. എന്താണ് ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ എന്തെങ്കിലും റൂളോ മറ്റോ ഫോളോ ചെയ്തോ അല്ലെങ്കിൽ കുറച്ച് നമ്പേഴ്സൊക്കെ ആഡ് ചെയ്തോ ഒരു ക്രമത്തിൽ എഴുതുന്നതിനെയാണ് നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എങ്ങനെയാണ് എഴുതുക? 1, 2, 3, 4 എക്സെട്ര. അപ്പോൾ നോക്കിക്കേ, ഇതിൽ ആദ്യത്തെ നമ്പർ 1 ആണ്. ഈ 1ൻ്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോഴല്ലേ രണ്ടാമത്തെ നമ്പർ കിട്ടിയത്? ഈ രണ്ടാമത്തെ നമ്പറായ 2ൻ്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോഴല്ലേ മൂന്നാമത്തെ നമ്പർ കിട്ടിയത്? മൂന്നാമത്തെ നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോഴല്ലേ നാലാമത്തെ നമ്പർ കിട്ടിയത്? അപ്പോൾ ഇത് തങ്ങളിലുള്ള ഡിഫറൻസ് 1 ആണ്. ഇതിൽ ആഡ് ചെയ്ത് പോയിരിക്കുന്ന നമ്പർ 1 ആണ്. അങ്ങനെ പെർട്ടിക്കുലർ ഓർഡറിൽ ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രമത്തിൽ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്തെഴുതുന്ന രീതിയാണ് നമ്പർ സീക്വൻസ്, അല്ലെങ്കിൽ ആ ശ്രേണിയാണ് നമ്മൾ സംഖ്യാശ്രേണി എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഈവൺ നമ്പേഴ്സ് 2, 4, 6, 8 എക്സെട്ര. ഇത് നോക്കിക്കേ, ഇതിൽ ആദ്യത്തെ നമ്പർ 2 ആണ്. ഈ 2ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോഴല്ലേ 4 കിട്ടിയത്, അതായത് രണ്ടാമത്തെ നമ്പർ കിട്ടിയത്. ആ രണ്ടാമത്തെ നമ്പറായ 4ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോഴല്ലേ മൂന്നാമത്തെ നമ്പറായ 6 കിട്ടിയത്. അപ്പോൾ ഇവിടെ ആവർത്തിച്ച് ആഡ് ചെയ്തിരിക്കുന്ന നമ്പർ ഏതാണ്? 2 ആണ്. ഇതും ഒരു നമ്പർ സീക്വൻസ് ആണ്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇതിപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് 1, 2, 3, 4 ഇങ്ങനെയല്ലേ. ഇനി നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഹാഫ്സിൻ്റെ സീക്വൻസ് നോക്കാം. ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഹാഫ് 2ൻ്റെ പകുതി 1, 3ൻ്റെ പകുതി 1.5, 4ൻ്റെ പകുതി 2. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ആദ്യത്തെ നമ്പർ ഹാഫാണ്. അതിൻ്റെ കൂടെ മറ്റൊരു ഹാഫ് അല്ലെങ്കിൽ മറ്റൊരു പകുതി കൂട്ടിയപ്പോഴാണ് 1 കിട്ടിയത്. 1ൻ്റെ കൂടെ മറ്റൊരു ഹാഫ് അല്ലെങ്കിൽ അര കൂട്ടിയപ്പോഴാണ് 1.5 കിട്ടിയത്. അപ്പോൾ നോക്കിക്കേ, ഇതും ഒരു നമ്പർ സീക്വൻസ് അല്ലേ. ഇതുപോലെ നമ്പേഴ്സിനെ ഒരു പ്രത്യേക ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ സംഖ്യാശ്രേണികൾ എന്ന് പറയുന്നത്. ഇത് നോക്കിക്കേ, നമുക്ക് പുതിയൊരു സീക്വൻസ് തനിയെ ഫോം ചെയ്യാം. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 3. ഇതെങ്ങനെയാണ് നമ്മൾ എഴുതുക? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 3 ആകുമ്പോൾ 3, 13, 23, 33 എക്സെട്ര. അപ്പോൾ ഇത് നോക്കിക്കേ, ഇതിൽ ആദ്യത്തെ നമ്പർ 3 ആണ്. 3യുടെ കൂടെ 10 ആഡ് ചെയ്തപ്പോൾ നമുക്ക് രണ്ടാമത്തെ നമ്പർ ആയ 13 കിട്ടി. 13ൻ്റെ കൂടെ ഒരു അനദർ 10 ആഡ് ചെയ്തപ്പോൾ നമുക്ക് മൂന്നാമത്തെ നമ്പറായ 23 കിട്ടി. 23യുടെ കൂടെ വേറൊരു 10 ആഡ് ചെയ്തപ്പോൾ നമുക്ക് അടുത്ത നമ്പറായ 33 കിട്ടി. അപ്പോൾ നോക്കിക്കേ, ഇതിൽ 10 എന്ന് പറയുന്ന നമ്പറാണ് നമ്മൾ ആഡ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ ഇതും എന്താണ്? ഒരു നമ്പർ സീക്വൻസിന് എക്സാമ്പിളാണ്. നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ സംഖ്യാശ്രേണികൾക്ക് എക്സാമ്പിളാണ്. അപ്പോൾ സംഖ്യാശ്രേണികൾ എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്പേഴ്സിനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പാറ്റേണിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക റൂളോ ഒക്കെ ഫോളോ ചെയ്ത് ഓർഡറിൽ എഴുതുന്നതിനെയാണ് നമ്മൾ നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ പോളിഗൺസിൻ്റെ ഒക്കെ നമ്പർ ഓഫ് സൈഡ്സ് വെച്ചിട്ട് ഒരു സീക്വൻസ് എഴുതി നോക്കാം. അപ്പോൾ നോക്കിക്കേ, ട്രയാങ്കിൾ, നമുക്കൊരു സ്ക്വയർ, ഇനിയൊരു പെൻഡഗൺ. നോക്കിക്കേ, ട്രയാങ്കിളിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? 3 അല്ലേ.
സ്ക്വയറിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? 4 അല്ലേ? പെൻറ്റഗണിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് 5. അപ്പോൾ ഇത് നോക്കിക്കേ, ഇതൊരു നമ്പർ സീക്വൻസ് അല്ലേ? നമ്പർ ഓഫ് സൈഡ്സ് 1 ആഡ് ചെയ്ത് പോയപ്പോഴാണ് നമുക്ക് ഈ പോളിഗൺസിൻ്റെ എന്ത് കിട്ടിയത്? നമ്പർ ഓഫ് സൈഡ്സ് കിട്ടിയത്. അപ്പോൾ നോക്കിയേ 3, 4, 5 ഇതൊരു നമ്പർ സീക്വൻസ് ആണ്. നമ്പർ ഓഫ് സൈഡ്സിലാണ് നമ്മളിപ്പോൾ ഇത് എഴുതിയത്. ഇനി നമുക്ക് സം ഓഫ് ഇന്നർ ആംഗിൾസ് നോക്കാം. ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിളിൻ്റെ സം എത്രയാണ്? 180 ഡിഗ്രി. സ്ക്വയറിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സം എത്രയാണ്? 360 ഡിഗ്രി. പെൻറ്റഗണിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സം എത്രയാണ്? 540 ഡിഗ്രി. ഇനി ഇന്നർ ആംഗിൾസിൻ്റെ സം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഈക്വൽ ടു n-2 ഇൻറ്റു 180 ഡിഗ്രി. അതായത് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അപ്പോൾ ഈ എന്നിന് പകരം എത്രയാണോ ഓരോ ഷേപ്പിൻ്റെയും അല്ലെങ്കിൽ ഓരോ പോളിഗണിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് ആ നമ്പർ അവിടെ ഇട്ട് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സ്ക്വയറിൻ്റെ കണ്ടുപിടിക്കുകയാണെന്നിരിക്കട്ടെ. സ്ക്വയറിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? 4 - 2 ഇൻറ്റു 180 ഡിഗ്രി. അതായത് 2 ഇൻറ്റു 180 ഡിഗ്രി 360 ഡിഗ്രി. നമുക്ക് പെൻറ്റഗണിൻ്റെ വേണമെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. പെൻറ്റഗണിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? 1, 2, 3, 4, 5. നമ്പർ ഓഫ് സൈഡ്സ് 5. അപ്പോൾ അതേ നോക്കിക്കേ, n-2 ഇൻറ്റു 180 ഡിഗ്രി 5 - 2 ഇൻറ്റു 180 ഡിഗ്രി അതായത് 3 ഇൻറ്റു 180 ഡിഗ്രി 540 ഡിഗ്രി. ഇങ്ങനെയാണ് സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് ഒരു സീക്വൻസ് അല്ലേ? 180 ഡിഗ്രി പ്ലസ് അനദർ 180 ഡിഗ്രി ആണ് 360 ഡിഗ്രി. 360 ഡിഗ്രി പ്ലസ് അനദർ 180 ഡിഗ്രി ആണ് 540 ഡിഗ്രി. അപ്പോൾ ഇതൊരു നമ്പർ സീക്വൻസ് ആയില്ലേ? അപ്പോൾ ഇതുമായിട്ട് ബേസ് ചെയ്ത് ടെക്സ്റ്റിലുള്ള ഇനി ബാക്കി പ്രോബ്ലംസ് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഓൾ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കൈൻഡ്ലി സബ്സ്ക്രൈബ്.